സുകന്യം നാരങ്ങ കാണാതെ എവിടെയെങ്കിലും വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ എന്താ പറയോ ഓയില് കുപ്പിയിൽ ഒഴിച്ച് വെച്ചോ, ഇതായിരിക്കണു അല്ലേ? എന്താ കുപ്പിയിൽ ഒഴിച്ച് വെച്ചാ ഒന്ന് 1 ലിറ്റർ ഓയിൽ വാങ്ങിയിട്ടില്ലേ? ഓയിൽ ഇത്രയും നല്ല. ആര് എന്താ പറഞ്ഞത്? ഒന്നും കൊണ്ടില്ല. വെളുത്തുള്ളി പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിനെ. അയ്യോ 2 പേരും ജീരകം കേട്ടോ. നാളല്ലേ സത്യം പറയുക, നാളെ കടലക്കറിയാണ്, വെള്ളക്കടല. നാളെ അയും കൊണ്ട് വെള്ളക്കടല വെള്ളത്തിൽ ഇന്ന് നാളെ വെള്ളക്കടല, പിന്നെ മാന്തൾ മീൻ വറുത്തത് കേട്ടോ. പറ്റില്ലേ? മാന്തൾ മീൻ വറുത്തതും വെള്ളക്കടലയും കൊണ്ട് കറി. കടലക്കറി കൂട്ടിയിട്ട് നിങ്ങൾ ചോറിനാറുണ്ടോ? ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാട്ടോ കടലക്കറി കൂട്ടി ചോറിനാൻ. കടലക്കറി തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്തരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ. ആർക്കത്? അമ്മു ജീരകം കഴിച്ചമ്മോ? ഗ്യാസിനൊക്കെ എന്താ വില അല്ലേ? വിലയും കൂടി ഗ്യാസ് കിട്ടാനും വഴിയില്ലാത്രേ. ഇതിപ്പോൾ കുറച്ച് നമ്മൾ ചിക്കൻ്റെ പാർട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ കുറച്ച് കുഴമ്പനാക്കിയിട്ട് പിന്നെ കുഴിമന്തി ഉണ്ട് ഇരിക്കണു. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് കഴിച്ചോടെ എനിക്ക് അതിനോടുള്ള താല്പര്യം പോയി. അത് നമ്മളില്ലേ ഈ ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചാലാണ് ബുദ്ധിമുട്ടിട്ട്, ഉണ്ടാക്കി വെള്ളം ഇങ്ങനെ തെരുതിരേനെ കുടിച്ച് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ കഴിക്കാനുള്ള ഒരു മൂഡ് അങ്ങോട്ട് പോവും. എന്താ സുനി? ചാതികളെ പൊക്കോളിൻ. ഒരു പാത്രത്തിൽ ഒരു കുറച്ച് വെള്ളം എടി. ആ ഫോൺ ഒന്ന് കുറച്ചു നേരം കൊടുത്തു. ഒരു തൊയിരം ഈ വീട്ടിൽ ഉണ്ടാവട്ടെ. എന്താണ് ഈ വീട്ടിൽ ഒരു തൊയിരം ഇല്ലാത്തത്? ചന്തേന്ന് മുരിങ്ങക്കായ കൊണ്ടുവന്നതാ കേട്ടോ. മുരിങ്ങക്കായുടെ കോഴ നോക്ക്. ചില സമയത്തില്ലേ നമ്മൾ തട്ടിക്കൂട്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില സമയത്ത് നമ്മളിങ്ങനെ ഗംഭീരത്തിൽ ഒന്നിങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. എന്താ അനിയേട്ടൻ മിണ്ടാത്തത്? ഒന്നും മിണ്ടണില്ലേ? അതാ സുകന്യ എൻ്റെ ഫോൺ എടുത്തിട്ടോ. കണ്ട അതാ എൻ്റെ ഫോൺ എടുത്ത് പോണു. അയ്യേ ചട്ടിനുള്ളിൽ വെച്ചായിരുന്നു. എന്നാ ആ ചട്ടിനുള്ളിൽ ഫോൺ എടുത്തിട്ട് പോണു. എന്തിനാ കുഞ്ഞച്ചനെ വിളിക്കണേ? പാവല്ലടി അച്ചു. നമ്മൾ കുറച്ചു നേരമൊക്കെ അമ്മൂട്ടിയെ കുട്ടികൾ കണ്ടോട്ടെ അല്ലേ? കണ്ടോട്ടെ സുകന്യ. എന്താ അച്ചൂര് കാലുവേദന എത്രേ? കാലുവേദന, മൂക്കുവേദന, എല്ലാ വേദനയാണ്. അച്ചൂര് ഇങ്ങനത്തെ ഡ്രസ്സ് നല്ല രസമല്ലേ? അച്ഛൻ തൊട്ട് പറയണേ ഇനി ഇങ്ങനത്തെ ഡ്രസ്സല്ല അമ്മ എനിക്ക് വേണ്ടത് ബനിയന അത്ര അവൾക്ക് വേണ്ടത്. അവൾക്കും അമ്മൂനും ഇനി വിഷു അല്ലേ, വിഷുവിന് കോടി എടുക്കാം നമുക്ക് അല്ലേ? എന്താ സുകന്യ ഇങ്ങനെ വലിച്ചെറുക്കണം? നീ ചേർപ്പെടുത്താണ് ചിന്തിക്ക. പിന്നെ എന്തെങ്കിലും എടുക്കുന്നതല്ലേന്ന് വണ്ടിനെ എന്നാ ലൈറ്റിന്റെ താഴെ മാറിക്ക്. പിന്നെ ഏറ്റവും താഴെ തന്നെ പോയിരിക്കണ്. കണ്ണെഴുതി കൊടുക്കേ നീ പെയിൻ എടുക്കുന്നത്. കാണുന്നവരത് വിചാരിക്കും ഈ പെയിൻ എടുക്കുക തലേന്ന് വിചാരിക്കും. അവിടെ നിന്ന് മാറിയിരിക്കേ. അതന്നെ പറഞ്ഞേ. കടിക്കട്ടെ. ഇപ്പതാ ഇതിലേ പാർട്സ് കണ്ടോ? കരളുണ്ട്. അപ്പം ഞാൻ കുറച്ച് എല്ല് ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ചാട്ടോ. ഇത് ഇരിക്കട്ടെ വിചാരിച്ചു. കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മതിയില്ലേട്ടാ. കുറച്ച് മതിയെന്നല്ല, ഇത് ചോറിനവർക്ക് പറ്റവർക്ക് മന്തി ഉണ്ട് പറഞ്ഞില്ലേ. അപ്പൊ നീ ഓരോ സത്യം പറയാച്ചല്ലേ. മോരുണ്ടോ? എന്നാ മോരുണ്ടെങ്കിൽ മോരും
ഈ മാങ്ങ ഉപ്പിലിട്ടതില്ലേ, മാങ്ങ ഉപ്പിലിട്ടതിന്റെ വെള്ളം ഒരു അരിമുളകും പാടെ അങ്ങനെ പിരിഞ്ഞിട്ടില്ലേ, ചൂടുള്ള കഞ്ഞിയും പാടെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടോ കൂട്ടുകാരെ നിങ്ങള്? ഇല്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിട്ടോ, സ്വർഗം. എന്ത് രസാന്നറിയാത്. അമ്മ നോക്കിന്റെ അമ്മമ്മ കഞ്ഞി കുടിക്കുമ്പോൾ അങ്ങനെ വരിക. അമ്മക്ക് ആദ്യല്ലേ അമ്മ ചോറുള്ള സമയത്ത് അടുത്ത് പോയിട്ട് ചോറ് വാരി തരാൻ വേണ്ടി ചോദിക്കായിരുന്നു. ഇപ്പൊ അമ്മൊക്കെ വലിയ കുട്ടിയായതും കൊണ്ട് ഇപ്പൊ ആരും ചോദിക്കില്ല. കണ്ടോ, സുകന്യാണ് ഇവിടെ ഒരു ചെറിയ കുട്ടി, ഞങ്ങളുടെ ചെറിയ കുട്ടിയാണ്. പാവം സുകന്യ, പാവാണ് കേട്ടോ സുകന്യ. എൻ്റെ സുകന്യക്ക് വയ്യാട്ടോ. 5:30 വരെ ഉറങ്ങി, 6 മണിക്ക് ഉറങ്ങി. ഞാനും ഉറങ്ങിട്ടോ 5:30 വരെ. നല്ല കുംഭകർണന്റെ പോലെ ഉറങ്ങിയിരുന്നു ഞങ്ങൾ രണ്ടാളും. ഉറങ്ങി കഴിഞ്ഞിട്ട് ആ ചോറിൽ വെള്ളം ഒഴിച്ചിട്ടതാ, മറ്റേ വെള്ളച്ചോറില്. അപ്പൊ ഇതില് വെള്ളം ഒഴിച്ചിട്ടോ കേട്ടോ. നാളെ രാവിലെ ചോറ് വെക്കണ്ട. രാവിലെ വെള്ളം ഒഴിച്ചിട്ടാ മതി. തൈര് വാങ്ങിട്ട് വരും കേട്ടോ രാവിലെ, കട്ടത്തൈര്. ആ, നാളെ നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാം. രാത്രി തൈര് വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. നല്ല തൈരും നല്ല എന്താണ് ഏട്ടാ, എൻ്റെ കുട്ടിക്ക് ഒരു ജീരക സോഡ വാങ്ങിക്കൊടുത്താ. അവൾക്ക് അവൾക്ക് ജീരക സോഡ കുടിക്കാനേ. അതാണ് ഞാൻ പറഞ്ഞതേ, കഴിച്ചു കഴിഞ്ഞാൽ നടക്കണം എന്നുള്ളതേ. പിന്നല്ലേ നമ്മുടെ നാളെ മുതൽ നമ്മളില്ലേ നമ്മുടെ പ്രൊഡക്റ്റ് അല്ല, മാലകളൊക്കെ നമ്മൾ സെയിലാക്കാൻ തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്തിൻ്റെ മെഷീനൊക്കെ ആയിട്ടാണ് വാങ്ങിയത്? സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു, സുമിത പറഞ്ഞ ചേച്ചി ഇട്ടിരുന്നു, എന്താ പ്രസി വിഷു ആകുമ്പോഴേക്കും തുടങ്ങണില്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വിഷു ആകുമ്പോഴേക്കും തുടങ്ങണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ആക്കി. അപ്പൊ ഇനി അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഉറങ്ങിയോ? അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നാളെ. കാരണം നമുക്ക് ഇത് തുടക്കമായത് കൊണ്ടുള്ള കാര്യം പറയല്ലോ, നമുക്ക് നല്ല തപ്പലുണ്ട്. കാരണം നമുക്കിത് പറഞ്ഞു തരാനോ ഇന്ന പോലെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനോ നമുക്ക് ആരുമില്ല. വേണ്ട പൊന്നുച്ചേ, ചുമരില് വരേണ്ടടാ പൊന്നേ. കുട്ടി സ്ലേറ്റില് വരഞ്ഞോ പൊന്നുമാ? ഈ കുട്ടി സ്ലേറ്റില് വരഞ്ഞോ? സ്ലേറ്റില് വരയടാ. അടച്ചേക്കാൻ ഇട്ടില്ല, ചെമ്പിൻ്റെ അടപ്പെടുത്തില്ല കേട്ടോ. നമ്മള് കുറച്ചല്ലേ വേണ്ടുള്ളൂ വിചാരിച്ച്. ഇത് ചിലപ്പോൾ ഇതായിരിക്കും എല്ലാവർക്കും വേണ്ടി വരും കേട്ടോ. കുറച്ചുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇതിനോടൊരു താല്പര്യം ഉണ്ടാവും. എനിക്ക് രാവിലെ നമ്മൾ ഗോതമ്പ് ദോശ കഴിച്ചതേ, ഉച്ചയ്ക്ക് കുഴിമന്തി കഴിച്ചില്ലേ, എനിക്ക് സാദാ ചോറുണ്ടാണ്ട് നമുക്ക് ഈ ചായ കുടിക്കാതിരിക്കുമ്പോൾ ഒരു തലവേദന വരില്ലേ, അതുപോലെയാണ്. അത് തോന്നലാണ് കേട്ടോ. അത് തോന്നല് ശരിയാക്കിയാൽ മതി. ഇന്നെന്താ സുഖനിക്കൊരു സുഖമില്ലാത്തത്? പോയി ഇറങ്ങിക്കോ പാമേ. മന്തി തിന്നിട്ട് ശരിയല്ലേ? മന്തി തിന്ന് മയക്കം വന്നോ? ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ, ഞാൻ രണ്ടാമത് എടുത്തില്ല. അപ്പൊ ഒന്നാമതിൽ കൂടുതലായിട്ടുണ്ടാവും. എന്താ ചേട്ടൻ എന്താ കഴിക്കാന്? എനിക്കത് വേണ്ട തോന്നി. ഇതിപ്പോ അങ്ങനെ ഓയിലിന്റെ അല്ലേ. പക്ഷെ എനിക്ക് മന്തി ഇഷ്ടമായിട്ടോ, ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അതുകൊണ്ടല്ല, എനിക്ക് വർക്കൗട്ടിന് പോകുമ്പല്ലേ നമ്മൾ കഴിക്കണ്ടെന്ന് വിചാരിച്ചാൽ. ഇതൊക്കെ വീഡിയോ കാണുന്നുണ്ട് അവര്. എന്നിട്ട് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നല്ല കളിയാക്കല. നല്ല ബിരിയാണി ആയിരുന്നൂലേ, തട്ടി വിട്ടൂലേ. നാളെ ഞാൻ പോകുമ്പോൾ പറയും, കുഴിമന്തി കഴിച്ചിട്ട് വർക്കൗട്ടിന് വരുന്നത് കണ്ടില്ലേ പറയും. നമ്മൾ തടി കുറയുക വിചാരിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടോ, എൻ്റെ തടി കുറയില്ല. അതിന് കുറയണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറ്റിൻ്റെ ഒരു പ്ലാൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യണം എന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നല്ല പൈസ ചിലവാണ്. അതൊന്നും നമ്മളെ കൊണ്ട് എത്തില്ല. അവർ പറയുന്നത് അരി ഭക്ഷണം തൊട്ട് നോക്കരുത്, എന്താ മുട്ട, ചിക്കൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്രീൻ ആപ്പിള്, എന്താ പിന്നെന്തായിട്ടാ പറഞ്ഞത്, അങ്ങനെ ഫ്രൂട്ട്സുകൾ, പച്ചക്കറികൾ, കടലവർഗ്ഗങ്ങൾ മാത്രം, പ്രോട്ടീൻ പ്രൊഡക്റ്റുകൾ മാത്രം. ഈ ചപ്പാത്തി കഴിക്കരുത്. നമ്മൾ അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴേക്കും നമുക്ക് ഇതാവില്ലേ. സുകന്യ ജിമ്മിന് വരണം പറഞ്ഞിട്ടില്ലേ? സുകന്യ നീക്കണും കൂടി ഇല്ല സമയത്ത്. അറിയണ്ടല്ലോ അത് മതി. രണ്ടാള് ജിമ്മിന് പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ ഉഷാറാവും തടി. അല്ലാണ്ട് അവരവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വരികല്ലേട്ടാ. സതിയേട്ടൻ എന്താ പറയുക, ജിമ്മിന് പോയി തടി കുറച്ചോന്നോ? എന്താ
പോവാണ്ട് ശരിയാണ് എന്നാരോടെ കെട്ടിട്ടായിരുന്നു എന്ത് എല്ലാവർക്കും പൈസ വേണ്ടു പൈസ മാത്രം പിന്നെ വെറുതെ ശരി 800 രൂപ വേണ്ടേ അല്ല പിന്നെ അവര് വെറുതെ അവിടെ ഇങ്ങനെ ഇത്രയും ഈ വരിക ഞാൻ പൈസ ഇറക്കാം ഇല്ലേട്ടാ അവൾ അങ്ങനെയൊന്നും വരില്ല. അച്ചമ്മ 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 എവിടെ നോക്കട്ടെ എവിടെ എന്താ ഗുഡ് ബോയ് ഹായ് പ്രോത്സാഹിപ്പിക്കൂ സുകന്യെ. എഴുതി 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 അവസാനം 3 മാസമായിട്ടില്ല കേട്ടോ. ഇനിയിത് പെയിന്റ് അടി ഉണ്ടാവില്ല സുകന്യെ. ഇത് അല്ലേ സതിയേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പെയിന്റ് അടിച്ചേക്കണ എപ്പോഴാണെന്നറിയോ? അച്ഛൻ മരണപ്പെട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം പെയിന്റ് അടിച്ചു. 2 പ്രാവശ്യം അല്ലേ സുകന്യെ? 2 പ്രാവശ്യം പെയിന്റ് അടിച്ചു. ഓരോ വർഷം. ഇനി എന്താ വെച്ചാൽ ഇനി ഇവർക്കൊരു വീട് വേണമല്ലോ. അപ്പം ഇനി വീട് പുതിയത് വേറെ ഉണ്ടാക്കിയേ ഉണ്ടാവുള്ളൂ. ഒരു താജ്മഹൽ പണിയണ്ടേ ഞങ്ങൾക്കും അല്ലേ? നമ്മുടെ വീട് കാണുന്നവർക്കൊക്കെ അല്ലേ എല്ലാവർക്കും എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ വീട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചെറിയ വീടാണെന്ന് വെച്ചാലും അതിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടം. സോനിക്ക് ഇഷ്ടമല്ലേ ഈ വീട്? സോനിയുടെ അച്ഛൻ വന്നപ്പോൾ പറയുന്നു എൻ്റെ വീട് 1300 സ്ക്വയർ ഫീറ്റ് ആണ്, ഇതിൻ്റെ പകുതി സൗകര്യം ഇല്ല അതിലെന്ന്. സ്ഥലവും കാര്യങ്ങളൊന്നും തോന്നിക്കുന്നില്ല എന്ന്. ഞാനിങ്ങോട്ട് പിടിച്ചു തരാം. അത് എനിക്കും ഇതേപോലെ തലയണയിൽ നമ്മള് തല വെച്ച് കിടക്കില്ലേ? തലയണയിൽ തല വെച്ച് കിടക്കാണ്ട് നമ്മള് ഏട്ടൻ തലയണ ഉപയോഗിക്കാതിരിക്കില്ല കേട്ടോ. ഏട്ടൻ എങ്ങനെയാണെന്നറിയോ? ഏട്ടന് തലയണ വെക്കുന്ന ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുമ്പോഴും ഇവിടുത്തെ അമ്മ വരുമ്പോഴും തലയണ ഇല്ലാണ്ട് ഇവിടുന്ന് തലയണ ഏറ്റിട്ട് അങ്ങോട്ട് കൂട്ടോ. അപ്പോൾ ഏട്ടൻ 2 തലയണ വാങ്ങുമെന്ന് പറഞ്ഞിട്ട് 2 തലയണ വാങ്ങിയതപ്പോൾ ആ തലയണ വെക്കാതെ നമ്മൾ തലയണ വെച്ച് കിടന്നപ്പോൾ എൻ്റെ ഈ പടലിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളും ഭയങ്കര വേദന. ഞാൻ പറഞ്ഞില്ലേ നല്ല വേദനയാണെന്ന്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ ആ കാര്യം പറയട്ടെ. നമ്മൾ നാളെ മുതൽ നമ്മുടെ എന്താണ് ബിസിനസ്സിൻ്റെ ഇത് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചാണ്. മീനമാസം 1-ാം തീയതി ആയിരുന്നല്ലോ ഇന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു കേട്ടോ 1 എന്നുള്ളത്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടൊരു സാധനം കൂടി നമുക്ക് കിട്ടാണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാതും ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളെ അമ്മവും നമ്മളെല്ലാവരും ഇട്ടിട്ട് അത് നമ്മൾ ബോധ്യപ്പെട്ടതും കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ നിങ്ങൾക്കത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ അങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണേ. നമുക്കിതൊരു ഉപകാരമാവുമല്ലോ അല്ലേ ഏട്ടാ? ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇറക്കിയിട്ടില്ല തുടക്കാൻ വേണ്ടി. നമുക്കൊരു പേടിയുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാം. എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഇത് കഴിഞ്ഞ് അടുത്ത സാധനങ്ങൾ ഇറക്കാം. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്നൊരു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാം, കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം കേട്ടോ. നമ്മൾ തുടക്കക്കാരാണ്. കാരണം നിങ്ങൾക്കറിയാലോ നമുക്ക് സത്യം പറയാച്ച സമയവും കാര്യങ്ങളൊന്നും ഇല്ല. അത് വേറെ കാര്യം. പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇത് ചെയ്യാൻ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുകന്യയുടെ ഹസ്ബൻഡിന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയന് വീഡിയോയിൽ അങ്ങനെ വരാൻ അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ പിടിച്ചിടുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അറിയാലോ ഒരു ദിവസം 10 ദിവസം പണിയുണ്ടെങ്കിൽ 10 ദിവസം പണി ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു ഇതും കൊണ്ടൊരു കാര്യമാവട്ടെ. നമ്മൾ കാരണം നമ്മുടെ കൂടപ്പിറപ്പുകളും കൂടി നന്നാവുകയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്കും കൂടി ഒരു വഴി നമ്മൾ തുറന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിലും പരം വലിയ സന്തോഷം നമുക്ക് എന്തായാലേട്ടാ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചാനൽ തുടങ്ങാൻ താല്പര്യമില്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ അതാകുമ്പോൾ അവരും താല്പര്യമുണ്ട്. അപ്പോൾ അതിനൊരു വഴി നമ്മൾ തുറന്നു കൂടെ നിൽക്കുക മാത്രം. അവർക്കും ഒരു കാര്യമാവും. മക്കള് വലുതായി വരുമ്പോൾ നമുക്ക് ഒരു പ്രായമായി വരികയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമാവുക നമ്മള് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമാവുകയാണെങ്കിൽ നല്ലതല്ലേന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് നിങ്ങളോട് ഇപ്പോൾ നുണ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ ഈ
ഒരാളെ പറ്റിച്ചിട്ടോ അതൊന്നും നിലനിന്ന് പോവില്ല എന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും കേട്ടോ. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറയുക. നമുക്കതിനൊരു മടിയില്ല. എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? അപ്പോൾ ഇതൊരവസരം നമുക്ക് ദൈവമായിട്ട് തന്നത്. അതേപോലെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും കൊണ്ടാണ്. അപ്പോൾ ഇതും കൊണ്ട് എല്ലാവരും പറഞ്ഞിരുന്നില്ലേ സുകന്യക്ക് ചാനൽ തുടങ്ങുക സുകന്യക്ക്. അപ്പോൾ സുകന്യക്ക് ചാനൽ തുടങ്ങുക അവർക്ക് രണ്ടുപേർക്ക് എന്താ പറഞ്ഞു വെച്ചാൽ ഒളിച്ച് നിൽക്കാനാണ് ഇഷ്ടം. പറഞ്ഞാൽ നമുക്ക് അവരെ ഒളിച്ച് നിർത്തല്ലേ പറ്റുള്ളൂ, അല്ലാതെ മുമ്പിക്ക് വലിച്ചിടാൻ പറ്റില്ലല്ലോ. ആട് നോക്കുന്നത് ഇതെന്തതിൻ്റെ മേത്ത് കൊടുങ്ങല്ലൂർ പോലെ. കൊടുങ്ങല്ലൂർ പോകേണ്ട സമയമായിട്ടോ ഞങ്ങളുടെ ഇവിടെ. ഞങ്ങൾ കൊടുങ്ങല്ലൂർക്ക് പോകും കേട്ടോ. അനിയൻ 20-ാം തീയതി പോകും. ഏട്ടനൊക്കെ ചെറുപ്പത്തിലേ പോയിട്ടുള്ളൂ. 20-ാം തീയതി അല്ലേ പെരുന്നാൾ വരുന്നത്. അപ്പോൾ എന്താ കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞാൽ നല്ല ചെമ്മീനും അതേപോലെ തന്നെ മീനൊക്കെ കൊണ്ടുവരും കേട്ടോ. നമ്മൾ വിഷയം മാറിപ്പോയിട്ടോ. ഞാൻ സോനി ഇങ്ങനെ ആടുമ്പോൾ എന്നൊരു വീഡിയോ ഉണ്ട് കൊടുങ്ങല്ലൂരമ്മ ഇങ്ങനെ മേത്ത് കയറിയിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പോൾ ഞാൻ പറയുക അവർക്ക് എന്താണോ ഇനിയിപ്പോൾ ഏട്ടൻ്റെ താഴെയുള്ള അനിയനാണോ പറഞ്ഞു വെച്ചാലും എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റണത്, അല്ലാതെ നമുക്ക് അന്യത് ചെയ്തു തരാം അങ്ങനെ ചെയ്തു തരാമെന്ന് ഒരിക്കലും നമുക്ക് ഒരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണിക്കാനും വീഡിയോയിൽ പറയാനും അതിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അവർക്കത് ബന്ധപ്പെടുത്തി കൊടുക്കാനും അതിനൊക്കെ പറ്റും. അപ്പം അത് ബാക്കിയുള്ള കാര്യങ്ങൾ സുകന്യ രണ്ടുപേരും കൂടി ചെയ്യാമെന്ന് പറയുകൊണ്ടാണ് നമ്മളൊക്കെ. ഞാനും കൂടാട്ടോ സുനെ, കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ട് കേട്ടോ. ഈ പാക്ക് ചെയ്യുമ്പോൾ ഞാനും പാക്ക് ചെയ്യാൻ കൂടും. ഇവർക്ക് എല്ലാ കാര്യത്തിനും ഞങ്ങളുണ്ടാവും കേട്ടോ. അത് എത്ര ഇനി രാത്രി 12 മണിയായാലും വേണ്ടില്ല, എത്രയാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്തായാലും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞില്ല എന്ന് വേണ്ടില്ല. നമ്മൾ ഇത് മാത്രമല്ല കുറച്ച് തുണികൾ എന്താ എൻ്റെ മനസ്സിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ അതൊക്കെ അവര് ഡ്രസ്സ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഡ്രസ്സ് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓ ശരി, കാരണം എന്താ വെച്ചാൽ നൈറ്റീസ് അതേപോലെ എന്താണോ അതൊക്കെ ഞാൻ അപ്പം പറയാട്ടോ. അപ്പം നമ്മളൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതും കൊണ്ട് എന്താ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഞാനൊക്കെ സത്യം പറയുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു കാര്യം പറയാട്ടോ, ചെറിയ ഇതാവുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ ഒരു നല്ലൊരു ഡ്രസ്സ് ഇടാനൊക്കെ കൊതിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മുടെ പോലെ സാധാരണക്കാർ കുറേ അമ്മമാർ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ ഇങ്ങനെ അനുഭവിക്കണവരുണ്ടാവും വീട്ടിൻ്റെ ഉള്ളിൽ. ഇപ്പം എന്താ എല്ലാവരും പറയും, നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ പറയും ഇത് കണ്ടോ ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച്. നമ്മുടെ പോലെ ഒത്തൊരുമിച്ച് പോണ ഒരുപാട് കുടുംബങ്ങളുണ്ട്. പക്ഷെ അവരൊന്നും ഈ വീഡിയോ കൂടെ മുമ്പിക്ക് വരുന്നില്ല എന്ന് മാത്രം. നമ്മൾ വീഡിയോ കൂടെ മുമ്പിക്ക് വരും കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെല്ലാവരും അറിയുന്നുണ്ട് എന്ന് മാത്രമല്ല ഏട്ടാ. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേരിങ്ങനെ ഒത്തൊരുമയോട് കൂടി എന്താ സ്നേഹത്തോടെ കഴിയുന്ന ഫാമിലികളൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. പക്ഷെ കുറേ പേര് മാറി അണുകുടുംബങ്ങളായി ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്താ സുകന്യെ പറയ്, കണ്ടോ ഇവള് ഞാൻ എങ്ങനെയാണ് നീപ്പിക്കുക എനിക്കറിയണില്ലേ. ബാ കുളിപ്പിച്ചേരാ, ബാ നീക്കി കുളിക്ക്. കുളിച്ച് കഴിഞ്ഞാൽ ശരിയാവും. രാവിലെ എടിപ്പം മേലെ കഴിഞ്ഞാൽ ശരിയാവും. പോ, ആശുപത്രി പോണോ? പോണോ? അയ്യോ എൻ്റെ കൺമഷിയേ യാടാ നീ ഇത് മാത്രം എടുക്കരുതടാ ഉണ്ണിയെ. ഇതെന്റെയാണ്. എന്താ ചിരി? ഓ എന്താ തമാശ. ഓ എന്ത് തേങ്ങ ഈ പറഞ്ഞാൽ മതി. അപ്പോൾ അതാ കണ്ടോ നമ്മുടെ ചിക്കൻ കണ്ടോ ഇങ്ങനെ ആക്കിയിട്ടാ. ഇതാ അപ്പം ഞാനിന്ന് വീഡിയോ എന്ന് പറയാൻ ഇതിന് വേണ്ടിയിട്ട് വീഡിയോ വന്നതാണ് കേട്ടോ. എന്താണെന്നറിയോ, ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടുകാരോട് പറയാലോ, നമ്മളിപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ പ്രസി നന്നാവും, അല്ലെങ്കിൽ ഇന്നതും കൂടി ഉൾപ്പെടുത്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയുകയാണോ പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക്, കാരണം നമ്മൾ തുടക്കമാണ് സത്യം പറയുക, നമ്മൾ തുടക്കമാണ്. നമുക്കിതിനെപ്പറ്റി എന്താ ഇപ്പം നമ്മൾ കുറച്ചായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പരിചയം പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറഞ്ഞോളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നമുക്കറിയുള്ളൂ. എന്തായാലും നല്ലതാണോ വെച്ചാലും കെട്ടേന്ന് വെച്ചാലും ഒക്കെ നിങ്ങൾ പറഞ്ഞോളൂ, നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. സുകന്യനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരില്ലേ, അപ്പോൾ അവർക്കൊക്കെ അറിയാലോ. സുകന്യക്ക് ചാനൽ തുടങ്ങാനോ വയ്യ, അതോ പോട്ടെ. അപ്പോൾ നമുക്ക് ഈ രീതിക്കെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാലോ.
അപ്പോൾ നിങ്ങൾ എന്താ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, നിർദ്ദേശങ്ങൾ തന്നോളൂ ലേട്ടാ. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ, നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ കുറേ പേരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ. അപ്പം നാളെ മുതൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്താ നിങ്ങളുടെ മുമ്പിലേക്ക് നാളെ മുതൽ നമ്മൾ വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. എടി നീ നിറച്ചടി, നീ തള്ളിയിടി. ഞാനതല്ലേ പറഞ്ഞു, പ്രായമായി വരില്ലേ സൂര്യക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു. ഞാൻ എന്താ ഒരു കാര്യം കൂടി പറയട്ടെ. എന്താ നമ്മുടെ പെരുന്നാളാണ് വരുന്നത്, അത് കഴിഞ്ഞ് നമ്മുടെ വിഷുവാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഷുവിനും പെരുന്നാളിനൊക്കെ ഇടാൻ പറ്റിയ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നാളെ നിങ്ങളത് എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞു വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളൊരു നമ്പർ വയ്ക്കുന്നുണ്ട് താഴെ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെല്ലാവരും പാടെ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പാക്ക് ചെയ്യും കേട്ടോ. അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയകൾ ഉണ്ടെങ്കിൽ, പലരും പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ നമുക്കില്ലേ എന്ത് ചെയ്യാം, ടാറ്റാ.